ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മെയ് മാസം 17-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് സംഖ്യാപുസ്തകം 16-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം സങ്കടകരമായൊരു അധ്യായമാണ്. കാരണം മോശയുടെ നേതൃത്വത്തെ ഇസ്രായേൽ മക്കൾ ചോദ്യം ചെയ്യുകയും മോശ അതിന് കൊടുക്കുന്നതായിരിക്കുന്ന ഒരു ഉത്തരവുമാണിവിടെ. പ്രത്യേകിച്ച് ചോദ്യം ചെയ്ത് കോരഹ്, ദാതാൻ, അബിരാം എന്നിവരാണ്. അവർ മോശയോട് മത്സരിച്ചു. 40 വർഷം മോശ അവരെ നടത്തി. ഏതാണ്ട് യോർദാൻ നദിയുടെ ഇക്കരെ വരെ അവരെ കൊണ്ടുവന്നു. അവിടെ വരെ വന്നില്ല, അതിന് മുമ്പ് തന്നെ. എങ്കിലും യോർദാൻ കടക്കാൻ അനുവാദം കൊടുത്തില്ലല്ലോ. അപ്പോൾ ഈ മോശ, അഹരോന് മുതലായിരിക്കുന്ന ആളുകളോട് ഒരുപാട് അസൂയുള്ളതായിരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഈ പൗരോഹിത്യ ഗോത്രത്തിൽപ്പെട്ടവരായിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ വാശിയും വൈരാഗ്യവും അസൂയയും പകയും ഒക്കെ ഉണ്ടായിരുന്നത്. അതെ, ലേവ്യ ഗോത്രക്കാർ തന്നെയാണ്. ഈ കോരഹൊക്കെ, ദാതാനും, അബിരാം അവരൊക്കെ ഈ ലേവ്യ ഗോത്രക്കാരാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ആളുകളാണ്. പക്ഷേ അവർ മോശയോട് മത്സരിച്ചു. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, ഞങ്ങൾക്കും ദൈവിക കാര്യങ്ങളിൽ മോശയെ പോലെ തന്നെ അഹരോനെ പോലെയും തുല്യതയുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് എന്നാ പ്രത്യേകതയുള്ളത്? അവർക്ക് കൊമ്പുണ്ടോ എന്ന് അവർ ചോദിച്ചു. നമ്മുടെ നാട്ടിലെ പഴയ പറയുന്നത് അവർക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിക്കില്ല. അതുപോലെ ചോദിച്ചത് കോരഹ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നാ മോശയ്ക്ക് എന്നാ കൊമ്പുണ്ടോ? ഞങ്ങൾ പൗരോഹിതന്മാരാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ ലേവ്യ ഗോത്രക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ എല്ലാ ശുശ്രൂഷയും ചെയ്യാവൂന്ന് പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ അവരെ മത്സരിച്ചു. അപ്പോൾ മോശ സങ്കടത്തോടു കൂടി അതെല്ലാം കേട്ടു. മോശ ഉത്തരം പറഞ്ഞത് എന്താണെന്നറിയാമോ? മോശ ഉത്തരം പറഞ്ഞ വളരെ ക്ലാസിക് ആൻസറാണ്. മോശ പറഞ്ഞു, ഞാൻ ഒരു കഴുതയെ പോലും ആരുടെയും പക്കൽ നിന്ന് വാങ്ങിയിട്ടില്ല, ആരോടും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അതാണ്, ഞാൻ ആരുടെയും പക്കൽ നിന്നൊരു കഴുതയെ പോലും വാങ്ങിയിട്ടില്ല, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. 2 കാര്യമാണ് മോശ പറഞ്ഞത്. ഒന്ന്, എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ഞാൻ ശുശ്രൂഷയെ ഉപയോഗിച്ചിട്ടില്ല. 2, ഞാൻ ഈ ശുശ്രൂഷ കൊണ്ട് ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒരു പ്രതികാരം ആരോടും ചെയ്തിട്ടില്ല. 2 മഹത് ഗുണങ്ങളാണ് ശുശ്രൂഷയുടെ മുന്നിലുണ്ടായിരിക്കേണ്ടത്, നേതൃത്വത്തിനുണ്ടായിരിക്കേണ്ട 2 വലിയ ഗുണങ്ങളാണ്. ഒരു കഴുതയെപ്പോലും എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്തെ കഴുതയാണ് ചുമട് ചുമക്കുന്നത്. ആളുകൾ കഴുതയുടെ പുറത്ത് നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ മരുഭൂമി യാത്രയല്ലേ, ഈ മരുഭൂമി യാത്രയിൽ കഴുതയുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കുറച്ച് നേരമെങ്കിലും അവർക്ക് കയറിയത് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ അതിൻ്റെ പുറത്ത് വെച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ കോരഹിനോടും ദാതാനോടും അബിരാമിനോടും പറഞ്ഞത്, നോക്കിക്കേ, ഞങ്ങൾ നേതൃത്വം എടുക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ഈ നേതൃത്വം എടുത്തിട്ട് ഞങ്ങൾ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്തോ? ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ ഏതെങ്കിലും കാര്യം, ഞാൻ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ എൻ്റെ കുഞ്ഞാൽ ഞാനൊരു കൊച്ചുമുട്ടായി പോലും, ഈ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനൊരു കൊച്ചുമുട്ടായി പോലും എടുത്തിട്ടില്ല, ഞാൻ ശിശുരുടെ ഭാഗമായിട്ട് അതുപോലും എടുത്തിട്ടില്ല, ഞാനൊരു കഴുതക്കുട്ടിയെ പോലും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ഭൗതിക ലാഭത്തിന് വേണ്ടി ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഞാൻ ആരോടും ഒരു ദോഷം ചെയ്തിട്ടില്ല. പ്രതികാരം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ കൂടെ പോലും പോയിട്ടില്ല. ഞാൻ നിഷ്കളങ്കതയോടും സമഗ്രതയോടും കൂടെയാണ് പ്രവർത്തിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കാണുന്ന നേതൃത്വത്തെക്കുറിച്ച് ഇത് പറയാൻ ഒക്കുമോ? ഏതെങ്കിലും ഇന്നത്തെ മതപരമായ നേതാക്കന്മാരാകട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ, സാമൂഹ്യ നേതാക്കന്മാരാകട്ടെ, അവർക്ക് അങ്ങനെ പറയാൻ ഒക്കുമോ? ഇന്നത്തെ സിവിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അങ്ങനെ പറയാനായിട്ട് ഒക്കുകയില്ല. ജനത്തിന് മുന്നേ പറയാൻ ഒക്കുമോ? ഞാൻ ഒരു 10 നയ പൈസ എൻ്റെ ജോലിയിൽ നിന്ന് അവിഹിതമായി സമ്പാദിച്ചിട്ടില്ല, എൻ്റെ ശമ്പളമല്ലാതെ ഞാൻ വേറെ ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്ന് പറയാൻ ഒക്കുമോ? ഞാൻ ഒരു മനുഷ്യനോടും ഒരു പ്രതികാരം, ഒരു ദോഷം ചെയ്തിട്ടില്ല. മോശയ്ക്ക് അങ്ങനെ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ സിവിൽ ഉദ്യോഗസ്ഥന്മാർക്കും മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ശമ്പളമുണ്ട്. അതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും നേടേണ്ട ആവശ്യമില്ല. അവർക്ക് മതിയായ ശമ്പളമുണ്ട്, നല്ല ശമ്പളമുണ്ട്. എന്നിട്ട് പോലും അവരെന്തെല്ലാം ശമ്പളവും കിമ്പളവും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ലോകത്തിലെ ജനം. അങ്ങനെയാണ്. പക്ഷെ മോശ പറഞ്ഞ വാക്കുകളാണ്, നെവർ, നോ പേഴ്സണൽ ഗെയിൻ. അതുപോലെ തന്നെ നോ പേഴ്സണൽ റിവെഞ്ച്. പ്രതികാരവുമില്ല, പ്രതിഫലവുമില്ല. ഞാൻ ആരിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല. ഇന്നാണെങ്കിൽ കൈക്കൂലിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, പരപീഡനമുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്. ഇന്നൊരു ജോലി കിട്ടണമെങ്കിൽ ഒന്നീ പാർട്ടിക്കാരെ പിടിക്കണം, അല്ലെങ്കിൽ കാശ് കൊണ്ട് മറിക്കണം. അങ്ങനൊരു കാലമാണ്. അതുപോലെ ഇന്ന് നേതൃത്വത്തിലുള്ളവരും പാർട്ടി ഭരിക്കുന്നവരുമായ ആളുകൾ എന്തോ ഒരു പ്രതികാരമാണ് ചെയ്യുന്നത്. അവർക്കെതിരെ ഒരു ശബ്ദം ഉയർത്തിപ്പോയെങ്കിൽ പിടിച്ച് ജോലി, അല്ല ഇൻകം ടാക്സുകാരെ, ഇഡിക്കാരെ, അവരെ ഇവരെയും വിളിച്ച് അവരുടെ സാമ്പത്തിക പരിശോധന നടത്തുക, ഓഡിറ്റ് നടത്തുക, അത് നടത്തുക, ഇത് നടത്തുക എന്ന് വേണ്ട. അവരുടെ ചരിത്രം, കുടുംബത്തിൻ്റെ ചരിത്രം മുഴുവൻ തേടിയെടുക്കുക. എടുക്കാനുണ്ടാകും താനും. കാരണം ഇതെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടതല്ലേ. അതെ, അവരെല്ലാം
ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ മോശയെപ്പോലെ നമുക്ക് പറയുവാനായിട്ട് കാണണം. മോശ മാത്രമല്ല, പഴയ നിയമം പരിശോധിക്കുമ്പോൾ നെഹമ്യാവ് അങ്ങനെ ഒരു ആളായിരുന്നു. ശമൂവേൽ ഇസ്രായേൽ ജനത്തെ വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, എനിക്കെതിരെ സാക്ഷ്യം പറയാൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ കഴുതക്കുട്ടിയെ വാങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു. 40 വർഷം ഇസ്രായേലിലെ നേതാവായിട്ട് ഇസ്രായേലിന് ഒരേ സമയത്ത് പൗരോഹിത്യവും ഒരേ സമയത്ത് ന്യായാധിപസ്ഥാനവും ഒരേ സമയത്ത് പ്രവാചക സ്ഥാനവും വഹിച്ചതായിരിക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് നമ്മുടെ കർത്താവ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവിനെ കൂടാതെ ആ 3 സ്ഥാനവും ഒരേ സമയത്തുണ്ടായിരുന്ന ഒരേ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ധൈര്യമായിട്ട് പറയാനായിട്ട് കഴിഞ്ഞു. തൻ്റെ മക്കളെക്കുറിച്ച് അത് പറയാൻ കഴിഞ്ഞില്ല, പക്ഷേ തന്നെക്കുറിച്ച് പറയാൻ കഴിഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കഴുതക്കുട്ടിയെ പോലും വാങ്ങിയിട്ടില്ല. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്, ഇന്നും കാണപ്പെടേണ്ടതായിരിക്കുന്നൊരു വിഷയമാണ്. നെഹമ്യാവ് അതുപോലെയാണ്. അവനെ യഹൂദായിൽ വന്ന് ഗവർണറായിരുന്ന സ്ഥലത്ത് താൻ ശമ്പളം വാങ്ങിയില്ല. എല്ലാവരും ശമ്പളവും അലവൻസും വാങ്ങിയപ്പോൾ അവനോട് കൂടെയുള്ള ഒരു ശമ്പളവും അലവൻസും വാങ്ങിയില്ല. പേർഷ്യയിൽ ജോലി ചെയ്ത കാലത്ത് ഉണ്ടാക്കിയതായിരിക്കുന്ന ന്യായമായ ശമ്പളത്തിൽ നിന്നും കിട്ടിയതായിരിക്കുന്ന കാശ് കൊണ്ടെന്നാണ് ഇവിടെ ചെലവ് കഴിഞ്ഞത്. അങ്ങനെ ആരാ ചെയ്യുന്നത്? അങ്ങനെയാണ് ചെയ്യുന്നത്? ആരും ചെയ്യാറില്ല. പക്ഷേ നെഹമ്യാവ് അങ്ങനെയാണ് ചെയ്തത്. ശമൂവേൽ അവിഹിതമായിട്ടൊന്നും എടുത്തില്ല. യാഗങ്ങൾ കഴിക്കുമ്പോൾ പുരോഹിതന്മാർ അർഹപ്പെട്ടതായിരിക്കുന്ന അംശം കൊണ്ട് ഉപജീവനം കഴിച്ചു എന്നല്ലാതെ ഒന്നും താൻ എടുത്തില്ല. തൻ്റെ അധികാരങ്ങളെ താൻ ഒരിക്കലും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. ആരെയും ഉപദ്രവിക്കാനായിട്ട് താൻ ഉപയോഗിച്ചില്ല. വേണമെങ്കിൽ ആരെ വേണേലും ഉപയോഗിക്കാമായിരുന്നു. നമുക്കറിയാം, ആഹാബിൻ്റെ യെസബേലിൻ്റെയും കഥ നമുക്കറിയാമല്ലോ. നിഷ്കളങ്കനായിരിക്കുന്ന ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുന്തിരിത്തോട്ടം ഏറ്റെടുത്തു. അങ്ങനെയൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്. ഓരോരുത്തരും ഉപദ്രവിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഇതാ മോശയ്ക്ക് സാക്ഷ്യം പറയാനുള്ളത്, മൈ ഹാൻഡ്സ് ആർ പ്യൂർ, എൻ്റെ കരങ്ങൾ നിഷ്കളങ്കമാണ്. എൻ്റെ കരങ്ങൾ കൊണ്ടൊരു 10 നയ പൈസ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല. എൻ്റെ കരങ്ങൾ കൊണ്ട് ഞാനൊരു മനുഷ്യനെ തൊട്ടിട്ട് ഉപദ്രവിച്ചിട്ടില്ല, നോവിച്ചിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, പരസ്യ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ, പൊതുജന ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ, സഭയിൽ ശുശ്രൂഷിക്കുന്നവർ, രാജ്യത്ത് ശുശ്രൂഷിക്കുന്നവർ, അവർക്കെല്ലാം അത് പറയുവാനായിട്ട് കഴിയേണ്ടതാണ്. ഞാൻ അവിഹിതമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരു ശുദ്ധമായ മനസാക്ഷിയോടുകൂടി അങ്ങനെ പറയുവാനായിട്ട് കഴിയുന്നത് വലിയ നേട്ടമാണ്. അങ്ങനെ ജീവിക്കുവാനും അങ്ങനെ പറയുവാനും ദൈവം നമുക്ക് അവസരങ്ങളെ തരട്ടെ. അതിന് ദൈവം പ്രാപ്തരാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.